അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇതിൽ നടന്നുകൊണ്ടിരിക്കണേ. എൻ്റെ മോക്ക് നീതി കിട്ടണം. ഓലെ പീഡനം കൊണ്ട് സഹിച്ചോൾ മനസ്സിൽ വെച്ച് ഈ വാഹിദിനും അറിയാം, വാഹിദിൻ്റെ ഉമ്മാക്കും അറിയാം, എൻ്റെ മോക്കും അറിയാം. ഓൾ ബന്ധം പിരിയാന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് വീട്ടുകാർക്ക് മാത്രം അറിയില്ല. ഈ കുട്ടിനോടാണ് ഓർക്ക് വേണ്ടെങ്കിൽ പറയേണ്ടത്. കുട്ടിനോടല്ലോ ഓല് സ്നേഹിച്ച് കല്യാണം കഴിച്ചല്ലോ. എല്ലാവരും ഇവിടെ അവിടെ ആൾ കൂടി കല്യാണം ഉണ്ടാക്കിയതാണ്. അപ്പം കുട്ടിനോടല്ല ഓന് വേണ്ടെങ്കിൽ പറയേണ്ടത്. ഓൻ്റെ അമ്മയാനോടും അല്ല പറയേണ്ടത്. ഓൻ്റെ അമ്മയും ഓരോ എന്താ പറയേണ്ടത്? നമ്മളോടോ ഇനി ഇവരപ്പ മുഖാന്തരം ഉണ്ടാക്കി എൻ്റെ നാത്തൂൻ്റെ അപ്പ ഓരോട് പറയും, എൻ്റെ ആങ്ങളിനോട് പറയും, എല്ലാവരോടും പറയും. അവർക്ക് നമസ്കാരം. ടോക്കേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ജനുവരി 14 തീയതിയാണ് കൊണ്ടോട്ടി സ്വദേശി ഷഹാന ആത്മഹത്യ ചെയ്തത്. ഇതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വിഷ്ണുജിക്കുണ്ടായ അതേ അനുഭവം തന്നെയാണ് ഷഹാനയ്ക്കും ഉണ്ടായത്. നിക്കാഹ് കഴിഞ്ഞ ശേഷം ഷഹാനയുടെ സൗന്ദര്യത്തിലും ഉയരത്തിലും അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന കാര്യത്തിലുമാണ് ഹസ്ബൻഡിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം നേരിട്ടുകൊണ്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത്. 19 വയസ്സുകാരിയായ ഷഹാനയ്ക്കുണ്ടായ അനുഭവങ്ങളാണ് ഇന്ന് ഷഹാനയുടെ ഉമ്മ സംസാരിക്കുന്നത്. 5-6 മാസം ഈ ഷഹാനയെ ഇങ്ങനെ പീഡിപ്പിച്ച് മാനസികമായിട്ടും സംസാരിച്ച് നിന്നെ എനിക്ക് വേണ്ട, നിന്നെ ഞാനും നീയും ചേരില്ല, ഒന്നിച്ച് നടക്കുവാൻ സാധിക്കില്ല, നിനക്ക് കളറില്ല, കളർ കുറവാണ്, അതുപോലെ നിനക്ക് ഹൈറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് ഷഹാനയെ ഹസ്ബൻഡ് നിരുത്സാഹപ്പെടുത്തിയിരുന്നത്. ഇത് ഒരു 4-5 മാസം ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്ന ഷഹാനയ്ക്ക് പിന്നെ ഇത് താങ്ങാൻ സാധിക്കുന്നതിനപ്പുറമായിരുന്നു. അതുപോലെ തന്നെ പഠനത്തിൽ മിടുക്കിയായിരുന്ന ഷഹാന പഠനത്തിലും വളരെ ബാക്കോട്ട് പോയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടുകാർ ഈ കാര്യങ്ങൾ അറിയുന്നത് തന്നെ അവസാന ഘട്ടത്തിലാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മാനസിക പിരിമുറുക്കം മൂലം ഷഹാന വീടിനകത്ത് തൂങ്ങി മരിക്കുകയായിരുന്നു. ഷഹാനയുടെ ആത്മഹത്യയിൽ ഹസ്ബൻഡിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഷഹാനയുടെ ആത്മഹത്യക്ക് പിന്നിൽ ഇങ്ങനെയുള്ള ടോർച്ചറുകളാണെന്ന് ഷഹാന മുൻകൂട്ടി വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സൂചനകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വാഹിദിന്റെ വീട്ടിൽ ചെന്ന ശേഷം ഷഹാന കേണ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് നിങ്ങൾ വാഹിദിന്റെ കൂടെ ജീവിക്കണം, എന്നെ ഒഴിവാക്കരുതെന്ന് പറഞ്ഞിട്ട് ഷഹാന കുറെ വീട്ടുകാരോട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അതൊന്നും കേൾക്കാത്ത അവസ്ഥയിൽ വന്ന ശേഷമാണ് മാനസിക പിരിമുറുക്കം മൂലം ഷഹാന ആത്മഹത്യ ചെയ്യുന്നത്. ഇതിന് ഫലമായിട്ട് ആത്മഹത്യ ചെയ്തതിന് ഫലമായിട്ട് വരൻ വാഹിദായിരുന്നു ഈ ഷഹാനയെ നിക്കാഹ് ചെയ്തിരുന്നത്. വാഹിദ് പിന്നെ ഗൾഫിലേക്ക് പോവുകയും അവിടുന്ന് ഫോണിൽ കൂടി പല സംസാരങ്ങളും ഷഹാനയുമായി സംസാരിച്ച് ഈ കുട്ടിയെ ബാക്കിലേക്ക് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ വീട്ടുകാരോട് ഈ കാര്യങ്ങളൊന്നും ഇവർ സംസാരിച്ചിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടുകാർ ഈ 4-5 മാസം ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം റിയലൈസ് ചെയ്യുന്നത്, അറിയുന്നതും. അതുകൊണ്ട് തന്നെ ഷഹാനയുടെ മരണത്തിന് ശേഷം വരൻ വാഹിദ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലും റിമാൻഡിലുമാണ്. ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വരുത്തിയ ശേഷം പോലീസ് വാഹിദിനെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ റിമാൻഡിൽ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഷഹാനയുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും കേസ് നടപടിയുമായി സ്വീകരിച്ച് നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് ഷഹാനയുടെ വീട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് അവർ അന്വേഷണത്തിൽ വളരെ തൃപ്തരാണ്. അത് നമുക്ക് ഷഹാനയുടെ ഉമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് കേട്ടു നോക്കാം. നമുക്ക് ആ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. ഇക്കഴിഞ്ഞ ജനുവരി 14 തീയതിയാണ് കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന സ്വന്തം വീട്ടിൽ ജീവനൊടുക്കിയത്. ആ കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഭർത്താവിൻ്റെ അധിക്ഷേപങ്ങളും അവഗണനയുമായിരുന്നു. നിറം കുറവാണെന്ന് പറഞ്ഞും ഇംഗ്ലീഷ് അറിയില്ലെന്നും പറഞ്ഞ് കുട്ടിയെ മാനസികമായി തകർത്ത് കളഞ്ഞിരുന്നു. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ സംഭവത്തിൽ ഊർജിതമായ നടപടി ഉണ്ടാവുകയും വിദേശത്തുള്ള ഭർത്താവ് വാഹിദിനെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മോടൊപ്പം ഷഹാനയുടെ കുടുംബമാണ് ചേരുന്നത്. ഷഹാനയുടെ ഉമ്മ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഉമ്മ വലിയ ഒരു വേദനയിലൂടെ കുടുംബം കടന്നു പോകുന്നതെന്ന് അറിയാം. എന്താണ് നിലവിലുള്ളൊരു കേസിൻ്റെയൊക്കെ അവസ്ഥ? കേസ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇതിൽ നടന്നുകൊണ്ടിരിക്കണേ. എൻ്റെ മോക്ക് നീതി കിട്ടണം. ഓലെ പീഡനം കൊണ്ട് സഹിച്ചോൾ മനസ്സിൽ വെച്ച് ഈ വാഹിദിനും അറിയാം, വാഹിദിൻ്റെ ഉമ്മാക്കും അറിയാം, എൻ്റെ മോക്കും അറിയാം. ഓൾ ബന്ധം പിരിയാന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് വീട്ടുകാർക്ക് മാത്രം അറിയില്ല. ഈ കുട്ടിനോടാണ് ഓർക്ക് വേണ്ടെങ്കിൽ പറയേണ്ടത്. കുട്ടിനോടല്ലോ ഓല് സ്നേഹിച്ച് കല്യാണം കഴിച്ചല്ലോ. എല്ലാവരും ഇവിടെ അവിടെ ആൾ കൂടി
കല്യാണം ഉണ്ടാക്കിയതാണ്. അപ്പൊ കുട്ടിനോടല്ല ഓന് വേണ്ടെങ്കിൽ പറയേണ്ടത്, ഓൻ്റെ അമ്മയാനോടും അല്ല പറയേണ്ടത്, ഓൻ്റെ അമ്മയും ഓരോ എന്താ പറയേണ്ടത്, നമ്മളോടോ ഇവരപ്പ മുഖാന്തരം ഉണ്ടാക്കി എൻ്റെ നാത്തൂൻ്റെ അപ്പ ഓരോട് പറയും, എൻ്റെ ആങ്ങളിനോട് പറയും, എല്ലാവരോടും പറയും അവർക്ക് വേണ്ട. ഈ പൈതലിനോട് അന്നെ വേണ്ട, എൻ്റെ ബന്ധം എനിക്ക് വേണ്ട, മുന്നോട്ട് പോകില്ല. ഒരു ജൂലൈ 2 ഓളെ ബർത്ത്ഡേ അതുവരെ കുഴപ്പമില്ലോന്. ബർത്ത്ഡേ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങിയിട്ട്. പക്ഷെ ഞമ്മക്കറിയില്ല, മോള് നമ്മളെ മുന്നിൽ ഞാൻ ചോദിക്കുമോ നമ്മക്കുമായിട്ട് വലിയ കോണ്ടാക്ട്സ് ഇല്ല. ഞാൻ വാട്സപ്പ് അയക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ റിപ്ലൈ തരും. പിന്നെ മോളോട് ചോദിക്കും വാവ വിളിച്ചല്ലേ ചോദിച്ചു. വിളിക്കലുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഓരോയായിട്ട്. പിന്നെ കുറേ കഴിഞ്ഞ് നമ്മളെ മുന്നിൽ പിന്നെ പഠിക്കാൻ ബേക്കോട്ടാൻ തുടങ്ങി. ഇങ്ങോട്ടും ഞാൻ ചോദിക്കുമ്പോഴും അപ്പോഴും ഓള് കാരണം പറയില്ല. പിന്നെ ഒരു ദിവസം ഓള് കരഞ്ഞ് സുബയോട് അടുത്ത് അന്ന് എൻ്റെ ആങ്ങളുടെ വീട്ടിലെ എക്സാം നവംബർ ഈ ജൂലൈയിൽ തുടങ്ങിയ സംഭവം നമ്മൾ അറിയണത് നവംബർ 14 സുബൈക്ക് അറിയണത്. അങ്ങോട്ട് കൊണ്ടുപോകാത്തത് കൊണ്ട് ഓള് ഇവിടെ തന്നെ നിൽക്കണത്, നമ്മളെ വീട്ടിൽ തന്നെയാണല്ലോ നിൽക്കണത്. ഓള് നമ്മൾ ചോദിക്കുമ്പോൾ വിളിക്കലുണ്ട്, കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ ഒരു ആൻസറാണ് ഓള് തരല്. പിന്നെ നമുക്ക് കാണാൻ പിന്നെ ഓളെ ബിഹേവിയറിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ള പോലെ തോന്നിയിട്ടില്ല. പിന്നെ ഈ നവംബർ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ്, ഒരു 14 ആ സമയമൊക്കെ ആയപ്പോഴാണ് ഓക്ക് കോളേജിൽ സെം എക്സാമൊക്കെ ആ ഒരു ടൈമിലേനി ഓൾ എനിക്ക് പഠിക്കാൻ കഴിയണില്ല, ഞാൻ പിന്നെ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അതിന് കഴിയണില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെ എനിക്ക് പഠിക്കാൻ കഴിയാതിരിക്കുക, ഇതുവരെ നന്നായിട്ട് പഠിച്ചതാണല്ലോ, ഇപ്പം പെട്ടെന്ന് എങ്ങനെ കഴിയാതിരിക്കല്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല മാമി, എനിക്ക് കഴിയണില്ല. അപ്പോൾ എന്താ കാരണം എന്തെങ്കിലും ഇല്ലാതെ ഈ പഠിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങനെ പഠിക്കാതിരിക്കൂലല്ലോ. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും പറയും, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഈ പഠിക്കാൻ കഴിയണില്ല എന്നുള്ളൊരു ഇഷ്യൂ ആണ് ആദ്യം നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അതിങ്ങനെ കൂടുതൽ ചകഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് അപ്പോൾ പിന്നെ ഓൻ്റെ ഉപ്പ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നമ്മളോട് പറഞ്ഞ് ഓളിനി കോളേജിലേക്ക് പോകാൻ കഴിയൂല, പഠിക്കാൻ കഴിയണില്ല എന്നാണ് പറയണത്, എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ആയാൽ എന്താ ശരിയാവൂലല്ലോ എന്നാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ പോകാൻ കഴിയൂല എന്ന് ഒരു കുട്ടി പറയില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഒന്ന് സംസാരിക്കട്ടെ, അവളോട് ചോദിച്ചിട്ട് അവൾ ഇത് തന്നെയാണ് പറഞ്ഞത്, വേറെ ഒന്നും പറയണില്ല എന്ന്. അപ്പോൾ ഈ നവംബർ 14 അന്നാണ് ഓൾ ഈ വിഷയം നമ്മളോട് ആദ്യമായിട്ട് പറയണത്. അന്ന് പൊട്ടി കരഞ്ഞിട്ട് ഓള് ഞങ്ങളോട് പറഞ്ഞു പിന്നെ വേണ്ടാന്ന് പറയുന്നുണ്ട്. നമ്മൾ അത്രയും അതായത് ജൂലൈയിൽ തുടങ്ങിയ പ്രശ്നം നവംബർ വരെ ഒരാളെ അറിയിക്കാതെ കുട്ടി ഒറ്റയ്ക്ക് ഡീൽ ചെയ്തു. ഓന്റെ ഉമ്മാക്കും ഓനും ഇവർക്ക് 3 അറിയാം. ഒരു ഉമ്മയും മോനും ഇതിന് കാരണക്കാരനാണ്. ശരിക്ക് ഈ വേണ്ടാന്ന് വെക്കുന്നു പറഞ്ഞതാണ് ആ കുട്ടീനെ കൂടുതലായിട്ട് കുട്ടീനെ പിന്നെ ഒക്കെ എന്നോട് കോളേജ് ഇട്ടെന്നാണ്ട് വെച്ചു. ഇമ്മ ഞാൻ നിറം പോയിന്ന് വെച്ചു. അപ്പൊ ഞമ്മക്കറിയില്ലല്ലോ അത്. ഉമ്മാന്റെ കുട്ടി നല്ല വെളുത്തിട്ട് കഴിഞ്ഞിട്ടോ അപ്പൊ കുറച്ചൊക്കെ ഇതായിന്ന് പറഞ്ഞാണ്ട് ഞാൻ കളിയാക്കോ. പക്ഷെ 36 മനസ്സിൽ ഈ നിറവന് പിന്നെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഓന്റെ വീട്ടിൽ ഒരു നിക്കാണ്ടായിന്, ഓന്റെ അമ്മോന്റെ വീട്ടിൽ പോയിട്ട് ഒരു ഫോട്ടോ കണ്ട്. ആ ഫോട്ടോ കണ്ടിട്ട് ഓൻ കോള് ചെയ്തിട്ടില്ല അന്ന്. ആ ഫോട്ടോന് ഇഷ്ടമായിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ദിവസം ഓന് പനിച്ച് കിടന്ന് ഓനിങ്ങോട്ട് വീഡിയോ കോൾ വിളിച്ചപ്പോൾ എൻ്റെ ചേലും കോലും കാണാനായല്ലോ എന്ന്. പനിയായി ഞാനിവിടെ കുന്നുമ്മൽ 2-3 പ്രാവശ്യം കൊണ്ടുപോയി. പിന്നെ ഞാൻ മെയ്സിയിൽ ആദർശ ഡോക്ടർ എൻ്റെ മോക്ക് ഭയങ്കര. അപ്പം ഞാൻ അവിടെ പോയി ടോക്കെടുത്ത് കാണിച്ച് വന്ന കുട്ടീനോട് ഓൻ വീഡിയോ കോൾ ചെയ്തപ്പോൾ എന്താ പറയുന്നത്, എൻ്റെ ചേലും കോലോ എൻ്റെ കുട്ടി നിറയില്ല, ഓന് നിറയില്ലെങ്കിൽ ഓരോ പറഞ്ഞൂടെ ഇങ്ങോട്ട് ഈ ഓരോ 5 പ്രാവശ്യം കണ്ടേണ്. ഫസ്റ്റ് എൻ്റെ അങ്ങന്റെ വീട്ടിൽ വന്ന് ഓൻ കണ്ട്. അന്ന് രാവിലെ വന്ന് വൈകുന്നേരം ഓൻ്റെ ഉമ്മയും ഓൻ്റെ ഏട്ടനും ഓൻ്റെ എളാമയും വന്ന് കണ്ട്. പിന്നെ ഒരു 10-17 ആൾ ഇവിടെ വന്ന് കണ്ട്. പിന്നെ ഒരു ദിവസം ഓന് ബഡ്ജറ്റിൻ്റെ അവിടുന്ന് കാണണമെന്ന് പറഞ്ഞാൽ അവിടെ വന്നോ കണ്ട്. പിന്നെ ഒരു നിൽക്കാൻ ഡ്രസ്സ് എടുക്കാൻ കൊണ്ടുപോയി. രാവിലെ പോയിട്ട് ഒരു വൈകുന്നേരം. അത്ര പ്രാവശ്യം കണ്ട കുട്ടീനെ ഒരു ചോദിച്ചു പോയത്. പിന്നെ ഇങ്ങോട്ട് ഓളെ ഫ്രണ്ട് ഷംനാസിനോട് പറഞ്ഞ് എനിക്കൊരു എന്തൊരു ക്രീമിന്റെ പേര് തേച്ചാലെങ്കിലും ഈ ബാവക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടാലോന്ന്. അപ്പോൾ ഓളെ ഫ്രണ്ട് അങ്ങനെ തേച്ചാണ്ട് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടും, നിറം കൂട്ടി കാലാകാലം ജീവിക്കാനുള്ള ജീവിതകാലം മുഴുവൻ ഇയാളെ കൂടെ ജീവിക്കണം ആഗ്രഹിച്ചു. ഭയങ്കര ഇഷ്ടാണ്. ഓനും അറിയാം, ഓൻ പറയണം എനിക്ക് വേറെ ആളെ കിട്ടൂല വിചാരിച്ചിട്ടല്ല ചിന്ന ഓൻ്റെ അത്ര ചൊറുക്കുള്ള ഓലെ കിട്ടൂല വിചാരിച്ചിട്ടല്ല ഇജ്ജ് പോവാത്തത്. ഇങ്ങോട്ട് അന്ന് ഞങ്ങൾ പോയി പറഞ്ഞില്ല, ഫെബ്രുവരി 14 നവംബർ 14 പോയപ്പോ എന്റെ കുട്ടീനും 20 ദിവസത്തെ ബന്ധമല്ലേ ഉള്ളൂ നിങ്ങൾ തമ്മിൽ. ഹസ്ബൻഡും ഓളും കൂടിയാ പോയത്. ഓരോ വീട്ടിൽ പോയി അങ്ങനെ ഞങ്ങൾക്കറിയാം ഈ പഠിക്കാൻ കഴിയണില്ല എന്നുള്ള പ്രശ്നമേ ഞങ്ങൾക്ക് അറിയുള്ളൂ അപ്പോൾ പോകുമ്പോൾ. അപ്പോൾ ആ കാരണം കൊണ്ട്
ഓനോളെ വേണ്ടാന്ന് പറയണു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി എന്താ പ്രശ്നം, ഇങ്ങനെ എന്താ ഇവള് ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ, ഭാവം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ വീട്ടുകാരോട് ചോദിച്ചു. ഞങ്ങൾ പോയിട്ട് ചോദിച്ചു. അപ്പം ഓളന്ന് കരഞ്ഞിട്ട് പറയാം, ഇന്നെ ഒഴിവാക്കരുത്, ഇന്നെ ഒഴിവാക്കരുത്. അപ്പം ഞാൻ ഓളോട് ചോദിച്ചു എന്തിനാ ഇതിനൊക്കെ ഒഴിവാക്കരുത് എന്ന് പറയാം. അപ്പം ഇവർ തമ്മിലിത് ഭയങ്കരമായിട്ട് കുറേ കാലങ്ങളായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം ഇവിടെ കേശ്ശേരി ഒരു കൗൺസിലർ അടുത്ത് കൊണ്ടുപോയി. ഇത് അറിഞ്ഞതിന് ശേഷം നവംബർ 14 ഞങ്ങൾ അറിഞ്ഞതിന് ശേഷം തന്നെ ഞങ്ങൾ കൗൺസിലിംഗ് ഒക്കെ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം കൊണ്ടുപോയപ്പോൾ ഒരു പറഞ്ഞു ഇവർക്ക് ഉറക്കില്ല. ഒരാഴ്ചയോളം കുട്ടി ഉറങ്ങാതെ, രാവും പകലും ഉറങ്ങാതെ കുട്ടി ഇങ്ങനെ ഭയങ്കര ഇന്റെ ബാവ അതൊക്കെ ഓനറിയാം. അപ്പൊ ഓൻ പറയിച്ച അവിടെ തെസ്ബി ചൊല്ലി നടന്നിട്ടൊന്നും കാര്യമില്ല ഈ കുട്ടിനോട്. കുട്ടി അത്രക്കും ഇഷ്ടപ്പെട്ടു പോയി. നേരത്തെ കുട്ടി ഇത് പറയണം, നമ്മൾ ഒഴിവാക്കും. നമ്മളെത്ര ഇങ്ങോട്ട് ഓർക്ക് വേണ്ടാത്ത നമ്മളെ കുട്ടി എനിക്ക് ഏതൊരു നമ്മൾ പറഞ്ഞു 19 വയസ്സിലോള് ഇന്നോട് ചോദിക്കാൻ ഡൈവേഴ്സ് ആവൂലേന്ന്. ഞാൻ 10 കല്യാണം കഴിഞ്ഞിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞ് 20 ദിവസം അന്ന് ഓൻ ഇവിടെ 2 ദിവസം വന്ന് നിന്നേണ്. പിന്നെ വയനാട്ടിൽ പോയി പോണ തലേന്ന് വരെ ഓൻ ഇവിടെ വന്നേണ്. എപ്പോഴും കിടന്നു പറഞ്ഞ് നീച്ചത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. മോളോട് ഓർമ്മ അപ്പം മാനും ഭാര്യ വിളിച്ചെൻ്റെ ചോദിച്ചപ്പോൾ വേണ്ടാറിഞ്ഞ് ഓൻ്റെ എല്ലാ കാര്യങ്ങളും അപ്പം കഴിച്ച് ഓനോട് പോവും. പിന്നെയാണ് ഓന് ഗൾഫിലെത്തിയപ്പോൾ പിന്നെ എൻ്റെ മോള് തിങ്കളാഴ്ച വൈകുന്നേരം മരിക്കണ തലേന്ന് ഇമ്മച്ചി നമ്മളും ഓൻ്റെ ഇമ്മച്ചിയും കെട്ടിച്ച് തന്നത് ഓൻ്റെ ജോലി കണ്ടിട്ടാണ്. ഒരു കുട്ടീനെ അന്ന് കെട്ടിച്ചുമ്പോ നമ്മളെ എന്താ ജോലി ഇതൊക്കെ നമ്മള് ചോദിക്കാം. വെറുതെ കൊടുക്കുവോ കുട്ടീനെ? അതുവരെ പറഞ്ഞ് എന്താണ് പോലീസിന്റെ ഭാഗത്ത് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന നടപടി ഉണ്ടായിട്ടുണ്ട്? അതൊക്കെ നല്ലതില് ഫോണ് 2 വരെ തണൊക്കെ നോക്കിയാണ്ട് എന്നിട്ട് ഫോണ് 2 ഒന്ന് വായത് കൊടുത്തതേനി. പിന്നെ ഓള് ഇങ്ങനെ നമ്മള് വേണ്ടാന്ന് വെച്ചപ്പോ നമ്മള് ഓള് ഞാൻ ഫോണൊന്നും നോക്കണ്ട വെച്ചാണ്ട് ഓളെപ്പച്ച് വേറൊരാളേല് കൊടുത്തയച്ചാണ്ട് ഞങ്ങൾ വേറെ സിം ഇട്ടാണ്ട് അങ്ങനെ വേറെ ഫോണ് കൊടുത്ത്. ഇനിയിപ്പോ ആ ഫോണും ഫോട്ടോസും ഒക്കെ കാണുമ്പോ ഒക്കെ ഭയങ്കര അത്രക്കും ഇഷ്ടമായിനി ഓൾക്ക്. ഓന് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ തന്നെ അവളെ കൊണ്ടുപോയി. അവിടുന്ന് തന്നെ ഡോക്ടർ വൈഷ്ണവി ആയിരുന്നു നോക്കിയിരുന്നത്. 4 പ്രാവശ്യം 4 പ്രാവശ്യം ആ ഡോക്ടറെ കാണിച്ച് ഒരു 4 പ്രാവശ്യം ഞങ്ങള് അവിടെ പോയിട്ടുണ്ട്. 2 ആഴ്ച ഇടവിട്ട് 4 പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓക്കെ ആയി ഇങ്ങനെ വരുമായിരുന്നു. പക്ഷെ അവളുടെ ഉള്ളിൽ ഈ ഒരു നീറ്റലൊക്കെ മാറിയിട്ടില്ല. ഓളെ കളറിന്റെ പ്രശ്നം അതാണ് ഓളെ വല്ലാതെ. അല്ല അന്നൊന്നും പറഞ്ഞില്ല. ഒരാഴ്ചക്ക് നോർമലായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ. പക്ഷെ ഉള്ളിന്ന് അവക്ക് ഈ ഒരു ഇത് ഇവിടെ ഞങ്ങള് വീട് ക്ലീൻ എത്ര വൈറ്റനിങ് ക്രീംസും അങ്ങനത്തെ ഓരോ സാധനങ്ങൾ എത്രയാണ് വാങ്ങി വെച്ചതറിയോ. ഇത് എടുത്ത് അവക്ക് കാര്യമായിട്ട് മുഖം ഇങ്ങനെ പിടിച്ച് വലിക്കുക, കൈ ഇങ്ങനെ നോക്കുക. ഞാൻ നിറമില്ല, ഞാൻ പണ്ടുള്ള അത്ര നിറമില്ല, ഞാൻ +2 പഠിക്കണ അന്നത്തെ പോലെ ആവണം എന്നാണ് ബാവ പറഞ്ഞത്. ആ ഫോട്ടോത്തിലുള്ള പോലെ ആവണം, അതാണ് ബാവ പറയുന്നത്. നമ്മൾ തിരുത്താൻ എത്ര ശ്രമിച്ചിട്ട് ഓളത് ഉൾക്കൊള്ളാൻ കഴിയും. പിന്നെ കോളൊക്കെ ചെയ്യുമ്പോ എന്തൊക്കെയാ പറയാ, മുട്ട വെച്ച് കിടന്നൂടെ എനിക്ക് പൊരുത്തിന്, അങ്ങനൊക്കെ ഓരോ വാക്കൾ. മഹർ വരെ ചോദിച്ചിട്ട് ഒരു കുട്ടീന് അതൊന്നും നമ്മളറിയില്ല. പിന്നെ ഓരോന്ന് 2-3 പ്രാവശ്യമായിട്ടാണ് മഹറും ഓൻ്റെതാണ്, ഓളോ ഓൻ്റെതും അല്ല. ഒരു പൈതലിനോട് ഇത്രയും ചോദിച്ച് ഓർക്ക് വേണ്ടെങ്കിൽ വായുദിനും പറയുന്നു, വായുദിന്റെ അമ്മക്കും പറയുന്നു. ഞമ്മക്ക് ഈ ബന്ധം ഞമ്മളത്രേ പറഞ്ഞിട്ടോ ഈ കുട്ടിനോടല്ല പറയല്. ഇനി ആർക്കും ഈ വിധി വരരുത്. ഈ പൈതം മക്കളോട് പറയരുത് വേണ്ടാന്ന് പറയല്. ഓർക്ക് വേണ്ടെങ്കിൽ എന്താ പറയണോ, കല്യാണം കഴിച്ചത് വാപ്പാരുമാരോ എല്ലാരും പാടെ കൂടിയാണ്, അല്ലാതെ ഒറ്റക്കൊല്ലെടുത്ത തീരുമാനമല്ലല്ലോ. നിങ്ങൾ ഈ കേസിന്റെ ആദ്യം മുതലേ പോലീസിനോട് ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോഴത്തെ നിലവിലൊരു സ്റ്റാറ്റസ്? നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നെ പോലീസ് കൃത്യമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് നമ്മൾക്ക് കിട്ടുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ സേതു സാർ വളരെ കൃത്യമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. പിന്നെ ഇപ്പം അവരെ ഇനി കൂടുതൽ തെളിവുകൾ കിട്ടേണ്ടതുണ്ട്. അപ്പം അതിന് FSLലേക്കൊക്കെ അവരുടെ മൊബൈൽ കാര്യങ്ങളൊക്കെ അയച്ചിട്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഫർദർ അന്വേഷണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശിക്ഷ കിട്ടുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ? കിട്ടണമെന്നാണ്. ഇപ്പൊ പൈസ ഉള്ളവന്റെ എപ്പോഴാണ് എല്ലാരും ഉണ്ടാവുക. ഇത് അവളുടെ ഒരു ഫ്രണ്ട് അയച്ചൊരു വോയിസ് ആണത്. അത് അന്ന് പിന്നെ ഓളെ വിളിക്കൂ ചോദിക്കേണ്ടതും ഓളെ എന്ത് ചെയ്താലും എനിക്ക് കുറ്റേനും അതൊക്കെ ഉണ്ടല്ലോ, ഫോണിലുണ്ടല്ലോ, അതൊക്കെ അതൊന്നും ഒരു കണ്ടില്ല. പിന്നെ കൊറേ ഉണ്ട് ഓൾ എന്റെ കൂടെ വന്നിട്ട് എന്തോ വൈറ്റനിങ് ക്രീം വാങ്ങാന് റിച്ച് ലേഡിയിലും അവിടൊക്കെ പോയി ചോദിച്ചാ അറിയോള് ചോദിച്ചത്. അവിടൊക്കെ എന്തോള് ഏതൊരു വീടിന്റെ അടുത്തുള്ള ചെങ്ങായിനോടൊക്കെ ചോദിച്ചിട്ട് ആ ഒരു കടയിൽ നിക്കണേ
ഓലോട് വെളുക്കാന് തേക്കണം എന്തോ പേരൊക്കെ അറിയില്ല. ഞാൻ അവളോട് ചോദിച്ചു കമ്പനീന്റെ പേരറിയോ, പക്ഷെ ഓള് പറഞ്ഞു കമ്പനീന്റെ പേരറിയില്ല, അത് തേച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടി ഇതാവും, അപ്പൊ പിന്നെ ബാവക്ക് പിന്നെ എന്നെ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഷാന അങ്ങനെയാണെങ്കിൽ വാങ്ങാൻ നിക്കണ്ട. അപ്പോൾ ഓള് പറഞ്ഞു, ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ റിഗ്രറ്റ് അടിക്കാനും വേണ്ടി ഓനെ നമുക്ക് റിഗ്രറ്റ് അടിപ്പിക്കണം എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞിന്. പക്ഷെ മാത്രം ഈ ഒരു ബന്ധത്തിൽ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് കുട്ടി പറഞ്ഞില്ല, ആ കുട്ടിക്ക് മുഴുവനാക്കാൻ പറ്റുന്നില്ല. അപ്പം അത്രത്തോളം അവന് ഈ ഒരു കളറിന്റെ ഒരു പ്രശ്നം അവന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമതിൽ തന്നെ. അപ്പോൾ ഇവർ ഈ കുട്ടീനെ കൂട്ടി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടീനെ കൂട്ടിയിട്ട് അതിന് മുന്നേ കല്യാണത്തിന് മുന്നേ തന്നെ സംസാരിക്കാനൊക്കെ പോകുന്നതൊക്കെ ഈ കുട്ടി ഉണ്ടാകുന്ന സമയത്തൊക്കെ ഉള്ള കൂടെ ഉണ്ട്. ഞാൻ ഈ കിട്ടത് ചോദിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. നിങ്ങൾക്കിപ്പോൾ കുറച്ചും കൂടി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് കല്യാണം കഴിപ്പിച്ചാൽ മതിയെന്ന് തോന്നുന്നുണ്ടോ? അതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 18 വയസ്സുള്ള 19 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്കൊരാഗ്രഹങ്ങൾ ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കി. എൻ്റെ അടുത്തിൻ്റെ മോള് കല്യാണം കഴിച്ച് ഒരു പഠിക്കണേ, ഒരു ഹാപ്പി ആയി കഴിയണം. അപ്പോൾ കാണുമ്പോൾ എനിക്കൊന്നുള്ളത് നമുക്ക് നല്ല ബന്ധം വന്നപ്പോൾ ഓള് പറയലെന്നെ എന്നെ പഠിപ്പിക്കണം, ഓലോട് കല്യാണം പഠിപ്പിക്കണം, എനിക്ക് കല്യാണം കഴിച്ചാലും എനിക്ക് പഠിച്ചു. അന്ന് തിങ്കളാഴ്ച വരെ എന്നോട് പറഞ്ഞു എനിക്ക് മെച്ചിയെ ഓൻ്റെ ആട്ടിയും പഠിച്ച് ജോലി വാങ്ങിയാണ്ട് ഓൻ്റെ മുന്നിൽ കൂടെ എനിക്ക് നടക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ഓനെ ആ സ്നേഹിച്ച തെറ്റ്. പിന്നെ ഒരു ഇതെടുത്ത് പാസ്പോർട്ട് എടുത്തപ്പോൾ ഓൻ ഓടി ഓൻ്റെ പേര് ചേർത്തുന്ന വെച്ചിട്ടില്ല, വായുദിന്റെ പേര് എവിടെയും ചേർത്തുന്ന വെച്ചിട്ടില്ല. ഓള് പാസ്പോർട്ട് എടുത്ത്, പക്ഷെ ഓനോട് സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ച് മോള് എടുത്ത്. എന്നാലും വായുദിന്റെ ബാപ്പാനോടും പറഞ്ഞ ഉമ്മാനോടും പറഞ്ഞാൽ ഓള് ചെയ്തത്. ഞങ്ങൾ മലപ്പുറം പോയതും കൊടുത്തതൊക്കെ ഓരോട് ചോദിച്ചിട്ട്, അപ്പോൾ ഓൻ ചോദിച്ചു ആരോട് ചോദിച്ചിട്ടാ പാസ്പോർട്ട് എടുത്ത് വെച്ച്. ആദ്യം മുതലേ താല്പര്യം ജൂലൈ തൊട്ടേ ഞമ്മക്കറിയില്ലത്. ഇതൊന്നും ഓളെ നമ്മളോട് പറഞ്ഞില്ല. പിന്നെ കല്യാണം ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞാൽ ഓൻ ഗൾഫിക്ക് പോവാണ്. അപ്പം നിക്കാഹ് വെച്ചിട്ട് ഗൾഫിൽ പോകും, പിന്നെ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ആ ടൈമിൽ ഓക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ് നമ്മൾ കല്യാണത്തിന് അങ്ങനെ, അതുകൊണ്ടാണ് നിക്കാഹാക്കി കഴിച്ചിട്ടത്. പിന്നെ വന്നതിന് ശേഷം പൊതുവിനുള്ള ഡിഗ്രി പഠനം കഴിയുമല്ലോ, എന്നിട്ട് കല്യാണം ഉണ്ടാക്കാന്നുള്ള ഒരു ഇതിലാണ്. ഈ ഒരു കുടുംബം അതീവ ദുഃഖത്തിലാണ്. എന്നിട്ടും അവർ നമ്മളോട് ഇത്രയും പറഞ്ഞത് മറ്റൊരു ആൾക്ക് ഇത് ഉണ്ടാകരുത് എന്ന ഒരു കരുതലുള്ളത് കൊണ്ടാണ്. ഇവന് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാക്കിയ വാഹിദിന് നിയമം അനുശാസിക്കുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെ ലഭിക്കണമെന്നും ഇവർ അഭ്യർത്ഥിക്കുന്നു. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഇതുവരെ തൃപ്തികരമാണ്. എന്താണെങ്കിലും ഈ നിയമത്തിൻ്റെ വഴിയിൽ ഏതറ്റം വരെയും നീതി കിട്ടാൻ പോകുമെന്നും ഇവർ ഉറപ്പിച്ച് പറയുകയാണ്. അഖിൽ, ഷഹാനയുടെ ഉമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഷഹാനയുടെ ഉമ്മ പറയുമ്പോൾ ആ ദുഃഖം നമുക്കറിയാം, എങ്കിലും ദുഃഖം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളോട് കാര്യങ്ങൾ അവർ സംസാരിച്ചത്. ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് വ്യക്തമായൊരു ധാരണയുണ്ട്, ഇതെന്തുകൊണ്ടാണ് എൻ്റെ മോൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് വ്യക്തമായ ധാരണ ഉള്ള ആളുകൾ തന്നെയാണ് ഷാനയുടെ വീട്ടുകാർ. എന്തായാലും ഷാനയ്ക്ക് നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ ഷാനയുടെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ, നിയമപരമായിട്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് വീട്ടുകാർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഷാനയ്ക്ക് നീതി ലഭിക്കട്ടെ എന്ന് തന്നെ നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ഷെസ് മറ്റൊരു എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നവരേക്ക് ഞങ്ങൾ ഇന്ന് വിട പറയുന്നു. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്, ഡോക്ടർ ഷെസ്.